ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. വി ആർ ഇൻ ലവിലെ അമലിൻ്റെ ഇൻ്റർവ്യൂ രണ്ടാം പാർട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ഈ ആദ്യത്തെ പാർട്ടിലും രണ്ടാമത്തെ പാർട്ടിലും വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ലോബി തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. ഇയാളുടെ ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാം പാർട്ടിൻ്റെ അടിയിലും ഒന്നാം പാർട്ടിൻ്റെ ഇടയിലും കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി ഒരു കൂട്ടം ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യുകയാണ്. അതിൽ ഒരു സ്ത്രീയുടെ കീഴിലുള്ള ഒരു പറ്റം സ്ത്രീകളുണ്ട്, പിന്നെ അമ്മയുടെ ചാനലിൻ്റെ ഫോളോവേഴ്സ് ഉണ്ട്, സഹോദരിയുടെ ചാനലിൻ്റെ ഫോളോവേഴ്സ് ഉണ്ട്. ഇനി ഇയാൾ ചെയ്ത കുറ്റങ്ങൾ, ഇയാളിലൂടെയാണ് നമ്മൾ വി ആർ ഇൻ ലവ് എന്നുള്ള ചാനൽ അറിയുന്നത് അല്ലേ. അതുവരെ അമ്മയും സഹോദരിയും ഒക്കെ നമ്മൾ ചെറിയ രീതിയിൽ അവരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ, ഇയാൾ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവരുന്നതിലൂടെയാണ് അവരുടെ വീട്ടിലെ അസ്വാരസ്യങ്ങളുടെ തുടക്കം തന്നെ. അമ്മയായിട്ട് അത് തുടങ്ങി, അത് അച്ഛനിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഈ ചാനലും വീഡിയോകളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ പിണക്കം വരുമ്പോൾ അയാൾ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, നീ ഇതൊക്കെ സഹിക്കണം, കാരണം നമ്മളുടെ ചാനൽ മുന്നോട്ട് പോകണം. ഈ ഫാമിലി ചാനലിൻ്റെയൊക്കെ ഒരു ഗതികേട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അമ്മയും അച്ഛനെയൊക്കെ കണ്ട് ഒരു എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ വീഡിയോയിൽ അമ്മ എവിടെ, അച്ഛൻ എവിടെ, ഈവൻ വീട്ടിലെ പൂച്ച എവിടെയെന്ന് പോലും അന്വേഷണം വരും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പിന്, നമ്മുടെ കുടുംബത്തിൻ്റെ ഇൻകത്തിന് നമ്മളുടെ വീഡിയോ അല്ലെങ്കിൽ ചാനൽ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത, നീ പലതും സഹിക്കണം. തുടക്കം തൊട്ടേ ആ കുട്ടിയെ സഹിക്കാൻ പഠിപ്പിച്ച് അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള സഹനശക്തി, ഇത് ഭർത്താവിൻ്റെ വീടാണ്, ഭർത്താവിൻ്റെ പെങ്ങളുടെ ജീവിതം നന്നാവണം, അമ്മയുടെ സന്തോഷം, അച്ഛൻ്റെ സന്തോഷം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്വന്തമായിട്ടൊന്ന് ചിരിക്കണമെങ്കിൽ വാതിലടച്ചിട്ടോ ബാത്റൂം അടച്ചിട്ടോ ചിരിക്കേണ്ട ഒരു ഗതികേട്. ബാക്കിയുള്ളവരുടെ സന്തോഷം നിലനിർത്തി കരയാനായിട്ട് വിതുമ്പുമ്പോൾ കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ അവളൊരു റൂമിൽ കതകടച്ചിരുന്ന് കരയേണ്ട ഒരു ഗതികേട്. ഒരു വിവാഹം കഴിച്ച് വളരെ പ്രതീക്ഷകളോടുകൂടി, അത് പ്രത്യേകിച്ച് പ്രേമിച്ച് വിവാഹം കഴിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷകൾ എന്തായിരിക്കും? ആ പ്രതീക്ഷകളൊക്കെ തച്ചടച്ച അമ്മയും സഹോദരിയും ഒന്നും ഒരു കുറ്റാരോപിതരും അല്ലാതെ ഈ പാവങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് അവൻ അമ്മേനെ സ്നേഹമില്ല, അങ്ങനെ ഒരു മകൻ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്, അയാള് കുടുംബസ്ഥനാവുന്നവരെ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നവരെ ഈ അമ്മയ്ക്കും സഹോദരിക്കും അയാൾ ആവശ്യമായിരുന്നു. അയാളുടെ ആ അമ്മ ഗൾഫിലായിരുന്നപ്പോൾ ആ സഹോദരീനെ നോക്കുന്നത്, ആ സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രായത്തിൻ്റെ ചാബല്യങ്ങളൊക്കെ, അതിൻ്റെ അപമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിരുന്ന ഒരു പാവം സഹോദരനായിരുന്നു. ഇവൻ ഷാപ്പിൽ വരെ ജോലി ചെയ്ത് വീട് പുലർത്തിയിരുന്ന, അച്ഛൻ്റെ ഒപ്പം തന്നെ വരുമാനം കൊണ്ടുപോയിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ സഹോദരിയുടെ അമ്മയുടെയും ജീവിതത്തിലൊക്കെ കൃത്യമായ സമയത്ത് അയാൾ ചെയ്യേണ്ട കടമകൾ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമതും സഹോദരി വിവാഹിതയായിട്ടും അത്തരം ചാബല്യങ്ങളിൽ നിന്ന് അവളെ തിരിച്ചു കൊണ്ടുവന്ന് അവൾക്ക് ഒരു ജീവിതം കൊടുക്കുന്നു. തൻ്റെ ചാനലിൻ്റെ ഏറ്റവും വരുമാനവും ജീവിതമായിട്ടുള്ള ചാനലിൻ്റെ 2.0 പോലും അവൾക്ക് കൊടുക്കുന്നു. അപ്പോൾ എത്രമാത്രം സ്നേഹിച്ചിട്ടാവും. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഒരിക്കലും ഈ സഹോദരി അമ്മയും അയാളുടെ നേരെ കാണിക്കുന്നുണ്ടോ? ഇല്ല. അയാൾ സ്വന്തം ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടീനെ വിളിച്ചു കൊണ്ടുവന്നു, അവളുടെ ജാതി മോശമാണ്, അവളുടെ രൂപം മോശമാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ അധിക്ഷേപിക്കാനും അവളെ ദ്രോഹിക്കാനും തുടങ്ങിയിട്ടും ഈ ചാനലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അയാൾ അവളോട് ഒരുപാട് സഹിക്കാൻ പറയുന്നുണ്ട്. അതിൻ്റെ ക്ലൈമാക്സിലാണ് അവർ വേറെ വീട്ടിലേക്ക് താമസം മാറുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. ആ വീഡിയോയുടെ റിപ്ലൈ ആയിട്ട് ഈ അമ്മ ചെയ്ത വീഡിയോയിലൂടെയാണ് അവർക്കൊരു ചാനൽ ഉണ്ടാവുന്നതും അവരെ നാലാൾ അറിയുന്നതും. ഈ മകനും മകളും, മകൻ്റെ മകളും, ഇപ്പോഴത്തെ ദത്തെടുക്കപ്പെട്ട മകനും, എൻ്റെ പൊന്നു മകൻ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന മകനൊക്കെ അവരെ അറിഞ്ഞത്. നമ്മൾ ആദ്യം അറിയുന്നത് അമലിനെ മാത്രമായിരുന്നു. അപ്പോൾ അവരൊന്നും വന്ന വഴി കൃത്യമായിട്ട് മറന്ന്, ഇനി ഇതൊക്കെ പോട്ടെ, ഒരമ്മ എന്നുള്ള നിലയിൽ കോടതിയിൽ തൻ്റെ നേരെ എതിർകക്ഷിയായിട്ട് താൻ പ്രസവിച്ച 10 മാസം ചുമന്ന് പ്രസവിച്ച മകനാണെന്നറിയുമ്പോൾ അതിൽ നിന്ന് പിൻവലിയാതെ തൻ്റെ രണ്ടാം ഭർത്താവിനെയും മകളെയും കൂട്ടുപിടിച്ച് വീണ്ടും 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 അവനെയും ആ കുഞ്ഞുങ്ങളെയും അവൻ്റെ ഭാര്യയെയും വേട്ടയാടിക്കൊണ്ടിരിക്കുക. അവരെ ശരിക്കും അമ്മ എന്നുള്ള പദം പറഞ്ഞ് വിളിക്കാൻ പറ്റില്ല. ഇപ്പോഴും അവരെ ആ മകനെ ദ്രോഹിക്കുന്നതിലൂടെ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൂടി ദ്രോഹിക്കുകയാണ് ചെയ്യണം. അവനെ ആ കേസിൽ നിന്ന് ഒരിക്കലും വിട്ട് കൊടുക്കാതെ, എന്നാൽ കേസ് പിൻവലിക്കാതെയോ ഇത്രമാത്രം മക്കളെ ചേർത്ത് പിടിക്കാൻ, അതായത് തൻ്റേതല്ലാത്ത മക്കളെ, അവരെ കൊണ്ട് ഉപകാരം ഉണ്ടാവണ ഇപ്പോഴത്തെ ചാനൽ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് പൊന്നുമക്കൾ പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥ വഹിക്കുന്നു, അവർ തരുന്ന സമ്മാനങ്ങൾ ഉമ്മ വെച്ച് മേടിക്കുന്നു എന്നൊക്കെ ആയിട്ട് സ്വന്തം പ്രസവിച്ച മകനെ എന്താ പറയുക കോടതിയിൽ കയറ്റി അവനെ ഏറ്റവും മോശമായിട്ട് ഹരാസ് ചെയ്ത് അമ്മേനെയും അച്ഛനെയും ദ്രോഹിച്ചവൻ എന്നുള്ള പേര്. ഇനി 1 വർഷമായിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ പബ്ലിക്കായിട്ട് അമലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അമലിൻ്റെ ഭാര്യേനെ പറയാത്ത വൃത്തികേടില്ല, അവരുടെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളണം.
ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ചെന്ന് അവരെന്തായാലും ചൈനയിലോ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഒന്നല്ല, അവർ ഈ കേരളത്തിലാണ്. കൃത്യമായിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് അവർക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, അവർക്ക് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഈ വീഡിയോകൾ കാണിച്ചു കൊടുത്ത് അവരെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളതിൻ്റെ കാരണം കൂടി അന്വേഷിക്കാനുള്ള ബാധ്യത അയാൾക്കുണ്ട്. സ്വന്തം ഭാര്യേനെ വേശ്യ എന്ന് വരെ വിളിക്കാനായിട്ട് മടിയില്ലാത്ത ആ സ്ത്രീനെ വെച്ചുകൊണ്ടിരുന്ന അവർ ഇനിയും വിളിച്ചു പറഞ്ഞോട്ടെ എന്ന് പറയുന്നതൊക്കെ അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആ പെൺകുട്ടിയുടെ ആ സുകന്യോട് കാണിക്കുന്ന ദ്രോഹമാണ് ശരിക്കും. അതൊരു പാവം, അതിനെ ഇനി ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഹരാസ് ചെയ്യാനായിട്ട് ബാക്കിയില്ല. അതുകൂടാതെ ഇവരൊരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അതിൽ ഏതാണ്ട് കഴുകന്മാരുടെ പോലെ ഒരു കൂട്ടം കമൻറ്റുകളികൾ, ഇതൊന്നും പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായമല്ല. എന്നാലും അമ്മയും സ്വന്തം സഹോദരൻ കാരണം ജീവിതം ഉണ്ടായ സഹോദരി, സ്വന്തം മകൻ കാരണം 4 ആൾ അറിയപ്പെടുകയും കുറേ സമ്മാനം കിട്ടുകയും ആ സമ്മാനത്തുമ്മ കയറി നിരങ്ങുകയും ചെയ്യണ ഒരമ്മ, ഒരു കസിൻ ബ്രദർ, ഇവരൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് അവർ നല്ല സ്വഭാവമാണ്, അമ്മയാണ്, സഹോദരിയാണ്, അത് ഇവൻ മറന്നു. ഇവൻ എങ്ങനെ മറന്നു? ഇവൻ ചെയ്യേണ്ട കടമകളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീനെ വെച്ചിട്ട് ഇയാളുടെ ഭാര്യേനെ ഏറ്റവും മോശമായ രീതിയിൽ അപമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും പഴയ കഥകളൊക്കെ ഇയാൾ ചെകഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതില്ല എന്നല്ല, അതിലേക്ക് അയാളെ എത്തിച്ചതും ഇവരുടെ കയ്യിലിരിപ്പാണ്. എന്തൊക്കെയായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.